കോളുകൾ ഒരുപാട് പേരുണ്ട് ഓരോ സ്ഥലത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട്. രാവിലെ ഓരോ കാര്യങ്ങൾ കേട്ടത് ചിക്കൻ കടയിൽ പോയിട്ട് എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിട്ടുള്ളൂ. അത് ഫ്രീസറിൽ ഇരുന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചെടുക്കുക. ഇപ്പം ഞാൻ അരി എടുക്കാൻ പോകും. നമ്മളൊരു ദിവസം 10 ഗ്ലാസ് അരി എടുക്കാറ്. ചിലപ്പോൾ ഇവർ കഴിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ 9 ഗ്ലാസ് ആക്കും. ഇതാണ് നമ്മൾ അരി എടുക്കണ പാത്രം അതൊക്കെ കേട്ടോ. അപ്പം ഞാൻ ഇന്ന് 9 ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്പ് അങ്ങോട്ട് കൊണ്ടയ്ക്കാം. ചെമ്പ് നമ്മളെ മക്കൾക്ക് ബിരിയാണി ഉണ്ടാക്കണ ചെമ്പ്. ചിക്കൻ്റെ നമ്മളെ ഇല്ലില്ല ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചെടുക്കാം ഐസ് പോകാൻ വേണ്ടിട്ട്. ഇതായിരിക്കും. അപ്പൊ ഇത് കട്ട് ചെയ്യണം കണ്ടില്ലേ. അതെടുക്കാൻ വേണ്ടി കാക്കകൾ ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് എടുത്തിട്ട് അത് വെള്ളം ഐസ് ആവണ വരെ ഒന്ന് വെള്ളം ഓക്കെ ആവണ വരെ നമുക്ക് ഇത് തിളച്ചോളും. അപ്പോഴത്തേനും അരി ഒന്ന് ചൂടായിക്കോളും. നമ്മളെ ഫുഡ് റെഡി ആകുമ്പോഴത്തേനും കുറച്ച് കാര്യങ്ങളുണ്ട്. വീട്ടിലെ മേലത്തെ ഫാന് കുറച്ച് കംപ്ലൈന്റ് ഉണ്ട്. കപ്പാസിറ്റർ മാറ്റൊക്കെ വേണം. അപ്പോൾ ഞാൻ അപ്പുറത്തുനിന്ന് കോണി മേടിച്ചു കൊടുത്തിട്ട് ഫാൻ ക്ലീൻ ചെയ്ത് കപ്പാസിറ്ററൊക്കെ മാറ്റുന്ന വരെ നമ്മൾ ചോറ് റെഡി ആവട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പുറത്തേക്ക് നമ്മൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങാൻ. കുറേ കേസുകളുണ്ട്, നോക്കാം. കണ്ടില്ലേ മൊത്തം ചളിയാ. ഫാനൊക്കെ കംപ്ലീറ്റ് കരിയായി. ഇതൊന്ന് തുടച്ച് വൃത്തിയാക്കണം. പിന്നെ അതിൻ്റെ കപ്പാസിറ്റർ മാറ്റണം. സ്പീഡ് വെറുതെ കറങ്ങണം, സ്പീഡ് കുറവാണ്. ഞാൻ നമ്മളെ കപ്പാസിറ്റർ ഇത് അരി നല്ല തിളച്ചു കൂട്ടാ. നല്ല തിളച്ച് മറിഞ്ഞ് നമുക്ക് ഇറച്ചെടുത്തോണ്ട സെറ്റാക്കി വെച്ച് വെള്ളം കുറച്ച് കൂടുതലുണ്ട്, നമുക്ക് കുറയ്ക്കാം. അപ്പം അരി ഫുഡ് അങ്ങനെ തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പോയിട്ട് ഫാൻ ശരിയാക്കാം. അത് നമ്മളെ മിന്നുക്കുട്ടിട്ടാ, നമ്മളെ വീട്ടിലെ ആദ്യത്തെ സ്വത്ത് നോട്ടാ. നമ്മള് ഫാനൊക്കെ അടിപൊളി വൃത്തിയാക്കി സെറ്റാക്കിയിരുന്നിട്ടാ. കണ്ടില്ലേ. ഇനി നമുക്ക് കപ്പാസിറ്റർ ഇതിന്റെ പഴയ കപ്പാസിറ്റർ മാറ്റിയിട്ട് നമുക്ക് പുതിയത് ഇടാം. എന്നിട്ട് ഫിറ്റ് ചെയ്യാം. ചോറവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചോറൊക്കെ എത്തിച്ചില്ല. ഫിറ്റ് ചെയ്യും. കഴിഞ്ഞിട്ടാ ചോറടി പിടിക്കാൻ അപ്പുറത്തിന് പോയേക്കാം. ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പരുവായിട്ടുണ്ട്. മുത്തുമണിയിലേക്കുള്ള ബിരിയാണി, ചിക്കൻ ബിരിയാണി. അപ്പോൾ നല്ല തിളച്ച ചൂടാണ്. അപ്പോൾ ഇപ്പോൾ കൊടുത്ത ശരിയല്ല. അപ്പോൾ ഈ പാത്രങ്ങൾക്ക് പകർത്തി വെച്ചിട്ട് ഫാൻ്റെ തൊട്ട് കൊണ്ടുവച്ചൊന്ന് ചൂടാറ്റുക. അപ്പോഴത്തേക്കും ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം.